Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. നാഷണൽ കോർഡിനേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ഡിവിഷനിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധർണ നടത്തി. അങ്കമാലി ഡിവിഷനിൽ നടന്ന ധർണാ സമരത്തിൽ AK ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. LR ശ്രീകുമാർ ഉദ്ഘാടനം നടത്തി. പുതിയ സംവിധാനങ്ങൾ അനുസരിച്ച് വരുമ്പോൾ തൊഴിലാളികളുടെ എണ്ണത്തിൽ വീണ്ടും കുറവ് വരുന്നുണ്ട്. പുതിയ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ UG കേബിളുകൾ മറ്റുള്ള സാധനങ്ങളുടെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് നല്ല രീതിയിൽ നടത്തിയാൽ കുറഞ്ഞു വരും. പക്ഷേ സാമ്പത്തികമായ എഫിഷ്യൻസി വർദ്ധിക്കും. പെൻഷൻ കൊടുക്കുന്നതിനൊരു ബാധ്യതയൊന്നും ഉണ്ടാവില്ല ഒരു കാരണവശാലും. പെൻഷൻ സുരക്ഷയെ ബാധിക്കുന്ന ഊർജ സെക്രട്ടറിയുടെ ഉത്തരവും പിൻവലിക്കുക, DA DR കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, പ്രമോഷൻ നിയമനം നടത്തി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണാ സമരം നടത്തിയത്. ഇന്ന് ഈ വ്യവസായത്തിൽ ഏതാണ്ട് 27,000 തൊഴിലാളികളെ ഉള്ളൂ. ഏതാണ്ട് 3,200 തൊഴിലാളികളുടെ കുറവുണ്ട്. നിങ്ങളുടെ സെക്ഷൻ ഓഫീസുകളിലൊക്കെ അത് നിഴലിക്കുണ്ടാവും. ഒരു പക്ഷേ അതിന്റെയൊക്കെ അധികപ്പറ്റ് പണികൾ ഈ വ്യവസായശാലയിലെ തൊഴിലാളികൾ എടുക്കുന്നുമുണ്ടാകും. അടുത്ത മെയ് മാസം പെൻഷൻകാർക്ക് ഒരു 1,400 പേരെ കൂടി നിങ്ങൾക്ക് മെമ്പർഷിപ്പിലേക്ക് കിട്ടും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ബോർഡിനോട് ആവശ്യപ്പെട്ട് ഒരു 912 പേരെ നിയമിക്കണം. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇഫിയുടെ നേതാവായിട്ടുള്ള എളമരം കരീം സഖാവ് ഉൾപ്പെടെ പോയി സംസാരിച്ചു. അപ്പൊ പറഞ്ഞു തീരുമാനിക്കാം, ചെയർമാന് നിർദ്ദേശം കൊടുക്കാം, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 912 പേരെ നിയമിക്കാം. മറ്റ് ആനുകൂല്യങ്ങൾ അവകാശങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചു. നിങ്ങൾ ചെയർമാനുമായിട്ട് സംസാരിക്കും. ഒരു സംസാരം മാത്രമേ നടന്നുള്ളൂ, വേറെ ഒരു നീക്കുപോക്ക് നടന്നില്ല. അങ്കമാലി ഡിവിഷനിൽ നടന്ന ധർണാ സമരത്തിൽ AK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. LR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. റോയ് പോൾ, ലെബിൻ ജേക്കബ്, MV സുരേഷ്, TU ജിനോ, അലക്സ് വർഗീസ്, ജയശ്രീ ശേഖർ, KT ഷിജു, PM ബാബു തുടങ്ങിയവർ സംസാരിച്ചു.